ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി ഹാൻഡ് വർക്ക്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നെക്ക് ഡിസൈനാണ്. നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ റാൻഡംലി വരച്ചെടുത്തതാണ്. കുറച്ച് കേർവ്സ് ഇങ്ങനെ വരച്ചു, എന്നിട്ട് അതിന് കുറച്ച് ലീവ്സ് അടയാളപ്പെടുത്തി എടുത്തു. അപ്പോൾ ആദ്യം ഒരു ലീഫ് ഞാൻ എനിക്ക് ആവശ്യമുള്ള സൈസിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഈ കേർവ്സ് റാൻഡംലി വരച്ചെടുത്തു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വിട്ടിട്ട് ഈ മുമ്പ് മുറിച്ചെടുത്ത ലീഫ് വെച്ചിട്ട് ഓരോരോ ലീവ്സ് അടയാളപ്പെടുത്തി പോവുകയാണ് ചെയ്തത്. അപ്പോൾ നടുക്കിൽ ഒരു മിഡിൽ ലൈനും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്റ്റിച്ചസാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് കേബിൾ സ്റ്റിച്ച്, രണ്ടാമത്തത് ഫ്ലൈ സ്റ്റിച്ച്. അപ്പോൾ ഈ ഡിസൈൻ നമുക്ക് 2 പാർട്സ് ആയിട്ട് ചെയ്യാം. ആദ്യത്തെ പാർട്ടിൽ നമുക്ക് ഈ നെക്ക് ലൈനും അതുപോലെ ഈ സ്റ്റെം കർവ്സ് ആയിട്ടുള്ള ഈ സ്റ്റെമ്മും നമുക്ക് കേബിൾ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ ലീവ്സൊക്കെ ഫ്ലൈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഈ ഫാബ്രിക്കിലാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഡിസൈൻ ഫാബ്രിക്കിലേക്ക് പകർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ നെക്ക് ലൈൻ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ ഇതാണ് സ്റ്റെം പോർഷൻ. അപ്പോൾ നമുക്ക് ഈ നെക്ക് ലൈനും സ്റ്റെം പോർഷനും കേബിൾ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആങ്കറിൻ്റെ പേൾ കോട്ടൺ ഫാസ്റ്റ് കളർ ത്രെഡാണ്. വൈറ്റ് കളറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന ത്രെഡ് 4 ലെയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആവശ്യത്തിന് ലെങ്ത്തിന് 4 ത്രെഡ് മുറിച്ചെടുക്കുക. എന്നിട്ട് അത് ഒരുമിച്ച് വെച്ചിട്ട് അറ്റത്ത് നോട്ടിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് സൂചിമ കോർത്തിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ആദ്യം നെക്ക് പോർഷൻ ചെയ്തെടുക്കാം. അതിനകത്ത് ഈ നെക്ക് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ പോയിന്റിലിട്ട് നമുക്ക് സൂചി താഴ്ത്തുന്ന മേളിലേക്ക് കൊണ്ടുവരാം. അത് കഴിഞ്ഞാൽ ഈ നെക്ക് ലൈൻ്റെ ലൈൻ നോക്കി പോകണം. നമ്മളെപ്പോഴും ലൈനുമേ ആയിട്ടാണ് സ്റ്റിച്ചസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ലെങ്ത്തിലുള്ള സ്റ്റിച്ച് താഴ്ത്തിക്കെടുക്കാം. അപ്പോൾ നെക്ക് ലൈനുമായിട്ട് സൂചി താഴ്ത്തിക്ക് കൊണ്ടുപോകാം. അപ്പം ഞാൻ ഭയങ്കര ലെങ്ത്തിലുള്ള സ്റ്റിച്ച് എടുക്കുന്നില്ല. കുറച്ച് ചെറുതായിട്ട്, എന്നാൽ തീരെ ചെറുതല്ല, ഒരു മീഡിയം സൈസിലുള്ള സ്റ്റിച്ചാണ് എടുക്കുന്നത്. ആ ലൈനുമേ തന്നെയായിട്ടാണ് നമ്മൾ താഴ്ത്തിക്ക് കൊണ്ടുപോകുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റിച്ച് എത്ര ലെങ്ത് ഉണ്ടോ അതിൻ്റെ കറക്റ്റ് നടുവിലായിട്ട് നെക്ക് ലൈനിന് തന്നെ ഈ സൂചി താഴ്ത്തുന്ന മേളിലേക്ക് കൊണ്ടുവരാണ്. ഇനി നമ്മൾ ചെയ്തു പോകാൻ പോകുന്ന സ്റ്റിച്ചസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റിച്ച് ഇപ്പുറത്താണെങ്കിൽ ഒരു സ്റ്റിച്ച് ഇപ്പുറത്ത്, പിന്നെ ഒരു സ്റ്റിച്ച് ഇപ്പുറത്ത്, പിന്നെ ഇവിടെ, അങ്ങനെ മേളിലും താഴ്ത്തുമായിട്ട് മാറി മാറിയാണ് നമ്മൾ ഓരോ സ്റ്റിച്ചും ചെയ്തു പോകാൻ പോകുന്നത്. ആ ത്രെഡ് ഒന്ന് പൊക്കി നിർത്താം നമുക്ക്. അപ്പോൾ ഈ സ്റ്റിച്ച് ഇങ്ങോട്ടാണ് നിൽക്കുന്നത്, മേളിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് താഴത്തേക്ക് വരണം. അപ്പോൾ ഈ സ്റ്റിച്ച് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്തിൻ്റെ നേർപകുതിക്കായിട്ട് സൂചി നെക്ക് ലൈനിന് താഴ്ത്തുനിന്ന് മേളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിന് മുൻപത്തെ സ്റ്റിച്ച് നമുക്ക് വീണ്ടും തിരിച്ചതുപോലെ തന്നെ ആക്കി വയ്ക്കാം. ഇനി ചെയ്യേണ്ടത് ഈ നെക്ക് ലൈനിൽ തന്നെ മുൻപോട്ട് നീങ്ങിയിട്ട് നമ്മൾ മുൻപ് ചെയ്ത സ്റ്റിച്ച് എത്ര ലെങ്ത് ഉണ്ടോ അതേ ലെങ്ത്തിൽ തന്നെ സൂചി താഴ്ത്തിക്ക് കൊണ്ടുപോകണം. അപ്പോൾ മുൻപത്തെ സ്റ്റിച്ച് ഇത്രയും ലെങ്ത്താണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് അത്രയും ലെങ്ത്തിൽ തന്നെ ഒരു സ്റ്റിച്ച് എടുക്കുക. അപ്പോൾ സൂചി താഴ്ത്തിക്ക് കൊണ്ടുപോകുക. എന്നിട്ടൊപ്പം തന്നെ മുൻപത്തെ സ്റ്റിച്ച് എവിടെയാണ് അവസാനിച്ചത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് സൂചി മേളിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെ ചെയ്യേണ്ടത് നെക്ക് ലൈനിൽ തന്നെയായിട്ട് ചെയ്യും വേണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ നൂല് ഇങ്ങനെ താഴത്തേക്കായിട്ട് നിൽക്കുന്നുണ്ടാവണം. കാരണം ഈ സ്റ്റിച്ച് താഴത്തെ സൈഡിലുള്ള സ്റ്റിച്ചായിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇനി ഈ നൂല് മേളിലേക്കായിട്ട് വയ്ക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ച് മേളിലേക്കായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
എപ്പോഴും നമ്മൾ സെയിം സ്റ്റിച്ച് ലെങ്ത് തന്നെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് മുഴുവനും ഈ നെക്ക് ലൈൻ മുഴുവനും അതേ ലെങ്ത്തിൽ തന്നെ ഓരോ സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ മുമ്പ് ചെയ്ത അതേ ലെങ്ത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ സൂചി എവിടെയാണോ മേലേക്ക് കൊണ്ടുവന്നത് അവിടെ നിന്ന് അതേ ലെങ്ത്തിൽ തന്നെ മുൻപോട്ട് നീങ്ങി നെക്ക് ലൈനുമായിട്ട് സൂചി താഴ്ത്തിക്ക് കൊണ്ടുപോവുക. ഒപ്പം തന്നെ മുൻപത്തെ സ്റ്റിച്ച് എവിടെയാണോ അവസാനിച്ചത് അവിടെയായിട്ട് സൂചി മേളിലേക്ക് കൊണ്ടുവരിക. ആ സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ഈ നൂല് ഇങ്ങോട്ട് മേളിലേക്കായിട്ട് നിൽക്കണം, കാരണം ഈ സ്റ്റിച്ച് മേളിലായിട്ടാണ് വരേണ്ടത്. നെക്ക് ലൈൻ കുറച്ച് മാറിപ്പോയി, നെക്ക് ലൈനുമായിട്ട് ചെയ്യണം. അപ്പോൾ ആ സ്റ്റിച്ച് മേളിൽ വന്ന പോലെ ഒരു ഫീലിംഗ് ആണ് നമുക്കുള്ളത്. ഇനിയത്തെ സ്റ്റിച്ച് താഴെയാണ് വരേണ്ടത്. അപ്പോൾ സെയിം സ്റ്റിച്ച് ലെങ്ത്തിൽ തന്നെ വീണ്ടും മുൻപോട്ട് നീങ്ങി നെക്ക് ലൈനിന് സൂചി താഴ്ത്തിക്കൊണ്ടുപോയിട്ട് മുൻപത്തെ സ്റ്റിച്ച് എവിടെയാണോ അവസാനിച്ചത് അവിടെയായിട്ട് സൂചി മേളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ആ സമയത്ത് ഇപ്രാവശ്യം ഈ നൂല് താഴത്തേക്കാണ് കിടക്കേണ്ടത്. ഇനിയത്തെ പ്രാവശ്യം നമ്മുടെ നൂല് മേളിലേക്കായിട്ട് വരണം. വീണ്ടും സെയിം സ്റ്റിച്ച് ലെങ്ത്തിൽ തന്നെ നെക്ക് ലൈനിൽ നിന്ന് സൂചി താഴത്തുനിന്ന് മേളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ നൂല് ഇവിടെ മേളിലേക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ വയ്ക്കണം. ഇനി സെയിം സ്റ്റിച്ച് ലെങ്ത് തന്നെ വീണ്ടും എടുക്കുക. അപ്പോൾ എവിടെ നിന്നാണോ നമ്മുടെ നൂല് തുടങ്ങുന്നത് അവിടെ നിന്ന് സെയിം ലെങ്ത്തിൽ തന്നെ സൂചി മുൻപോട്ട് നീക്കുക. നെക്ക് ലൈനുമായിട്ട് സൂചി താഴത്തേക്ക് കൊണ്ടുപോകുക. എന്നിട്ട് മുൻപത്തെ സ്റ്റിച്ച് എവിടെയാണോ അവസാനിച്ചത് അവിടെ സൂചി മേളിലേക്ക് കൊണ്ടുവരിക. പ്രാവശ്യം ഈ നൂല് താഴത്തേക്ക് വെച്ചിട്ടുണ്ടാവണം. ഇങ്ങനെ മാറി മാറി ചെയ്ത് പോകാം. താഴത്തും മേളിലുമായിട്ട് മാറി മാറി ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഇത്രയേ ഉള്ളൂ കേബിൾ സ്റ്റിച്ച്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. അങ്ങനെ ഞാനിത് ഒരുവിധം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. ഇനിയത്തെ സ്റ്റിച്ചാണ് ലാസ്റ്റ് സ്റ്റിച്ച്. നമുക്കത് ഈ പ്രാവശ്യം നൂല് താഴത്തേക്ക് ഇടാം, എന്നിട്ട് ഇവിടെ അവസാനിപ്പിക്കാം. നെക്ക് ലൈനിൽ തന്നെയായിട്ട് സൂചി താഴത്തേക്ക് കൊണ്ടുപോവുക. മേളിലേക്ക് എടുക്കണ്ട. ഇനി ഇതിനെ പുറകിൽ ഒരു നോട്ടിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഈ സ്റ്റെമ്മും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സ്റ്റെം ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സൂചി താഴത്തു നിന്ന് മേളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ സ്റ്റെം ചെയ്യുമ്പോൾ ഞാൻ 2 ലെയർ ത്രെഡ് എടുത്തിട്ടുള്ളൂ. നേരത്തെ 4 ലെയർ ത്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റെം ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലെയർ എടുക്കുന്നുള്ളൂ, കുറച്ച് കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പോയിന്റിലായിട്ട് സൂചി താഴത്തു നിന്ന് മേളിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ ഇത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇത്രയും ഭാഗം ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു സ്റ്റെമ്മും കൂടിയാണ് ചെയ്യാനുള്ളത്.
അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു സ്റ്റെം കേബിൾ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് വേറെ ഒരു സ്റ്റെമ്മിലേക്ക് എങ്ങനെയാണ് കണ്ടിന്യൂഷനായിട്ട് പോകേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്കിനി ഈ ഭാഗമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ പോയിന്റിലായിട്ട് സൂചി താഴ്ത്തുന്ന മേലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ മുൻപ് ചെയ്ത ആ സ്റ്റെമ്മിനോട് ചേർന്നിട്ട് വേണം സൂചി താഴ്ത്തുന്നെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ സ്റ്റിച്ച് നമുക്ക് അടിയിലേക്ക് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ത്രെഡിനെ നമുക്ക് അടിയിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു സ്റ്റിച്ച് എടുക്കുക. എന്നിട്ട് അതേ ലൈനിൽ തന്നെ ഈ സ്റ്റിച്ചിൻ്റെ ഏകദേശം ഹാഫിൽ സൂചി താഴ്ത്തുന്ന മേലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഈ കർവിനോട് ചേർത്തിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. മുൻപ് ചെയ്ത ആ കർവിനോട് ചേർത്തിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ പോലെ കിട്ടും. അപ്പോൾ അതെവിടെയാണ് മുൻപത്തെ കർവ് ഒന്ന് മുട്ടണേ അവിടെയായിട്ട് സൂചി മേളിലേക്ക് എടുക്കുക. അതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഇതുപോലെ അപ്പോൾ ഇതൊരു കണ്ടിന്യൂഷൻ പോലെ പോയിക്കോളും. അപ്പോൾ ഇനി വരുന്ന സ്റ്റിച്ച് മേളിലേക്കാണ്. അപ്പോൾ ഇതിന് ത്രെഡിനെ മേളിലേക്ക് വെച്ചു. എന്നിട്ട് അങ്ങനെ ചെയ്ത് പോകാം. എന്നിട്ട് ഇവിടെയായിട്ട് സൂചി താഴ്ത്തി കൊണ്ടുപോകാം. എന്നിട്ട് പുറകിലൊരു നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ സ്റ്റെം പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേബിൾ സ്റ്റിച്ച്. ഈ സ്റ്റിച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു സ്റ്റിച്ചാണ്. അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ ലീഫ് പോർഷൻ ചെയ്യാം. അത് ഫ്ലൈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.